ഹായ് മലബാർ കീ മാർക്കറ്റിംഗ്. ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എക്സ്റ്റൂളിൻ്റെ വിവിധ ടൂളിനെ കുറിച്ചിട്ടാണ്. എക്സ്റ്റൂളിൻ്റെ ഒരുപാട് ടൂളുകൾ നമുക്കിന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ടൂൾ മുതൽ അത്യാവശ്യം വലിയ ടൂൾ വരെ നമ്മൾ പരിചയപ്പെടുത്തിടാം. ഇതിന്ന് എക്സ്റ്റൂളിൻ്റെ എക്സ്പോയിൽ റിലീസായ ഏറ്റവും ചെറിയ ടൂളാണ്. XT30 എന്നാണ് ഈ ടൂളിന് പറയാം. ഇത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനാണ്, ടാബ് ആപ്ലിക്കേഷനാണ്. ലൈഫ് ടൈം ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് വെച്ചാൽ ലൈഫ് ടൈം അപ്ഡേഷൻ ഫ്രീ ആണ്. ഓക്കെ, ലൈഫ് ടൈം നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം വണ്ടികളുടെ എല്ലാം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. നമുക്ക് അതേമാതിരി സ്പെഷ്യൽ ഫങ്ഷൻസ് DPF ക്ലിയർ ചെയ്യാൻ പറ്റും. അതേമാതിരി റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓയിൽ റീസെറ്റിംഗ് ഉണ്ട്, ABS കോഡിംഗ് ഉണ്ട്, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് ഇന്ത്യൻ്റെ മീഡിയം വണ്ടികളെല്ലാം, അതായത് കാറ്, അതേപോലെ ദോസ്ത്, ലൈലൻറ്റ്, അങ്ങനത്തെ വണ്ടികളെല്ലാം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും, ലൈവ് ഡാറ്റ എടുക്കാൻ പറ്റും ഈ കൂടെ. പിന്നെ അതിന് ശേഷം നമ്മൾ റിലീസായതാണ് XT50. അതിന് ശേഷമുള്ള ഒരു ടൂളാണ് XT50. ഓക്കെ, അപ്പോൾ ഈ ടൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് മൊബൈൽ ആപ്ലിക്കേഷനാണ്, ഇത് ടാബാണ്, ഡയറക്റ്റ് OBD ടാബാണ്. ഇതാണ് ടൂള്. ഓക്കെ, അപ്പോൾ ഈ ടൂളിൽ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ഫങ്ഷൻസിൽ സ്പെഷ്യൽ ഫങ്ഷനിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലേ ഇത്രയും സ്പെഷ്യൽ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഇതിലുണ്ട്. ABS ഉണ്ട്, നമുക്ക് ഓയിൽ റീസെറ്റ് ഉണ്ട്, DPF ഉണ്ട്, അതേപോലെ അത്യാവശ്യം നമുക്ക് ഇതിൽ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇതിലില്ലാത്ത സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ഫങ്ഷൻസ് നമുക്ക് കീ പ്രോഗ്രാമിങ് ഈ ടൂളിലില്ല, അതേപോലെ ഓഡോമീറ്റർ അഡ്ജസ്റ്റ്മെൻറ്റും ഈ ടൂളിലില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ടൂള്. ഇത് രണ്ടും നമുക്ക് ഈ ടൂളിലില്ല. അപ്പോൾ ഇതിൽ ബാക്കി സ്കാനിങ്, അത്യാവശ്യം എല്ലാ വണ്ടികളുടെ സ്കാനിങ്ങും നമുക്കിതിലുണ്ട്. അപ്പോൾ നമുക്ക് സ്കാനിങ്ങിലേക്ക് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാകണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഇതേപോലെ ഉണ്ടല്ലേ, ഇവിടെ അമേരിക്ക, ഏഷ്യ, ഇന്ത്യ എന്നുള്ള പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് വരും. അതിൽ ഇന്ത്യയിൽ നമുക്ക് എന്താ പറ്റും, ഏകദേശം എല്ലാ വണ്ടികൾ സ്കാനിങ് ഇതിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം, ഇതാണ് ഏറ്റവും ചെറിയ പ്രൈസിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് സാധനം റിലീസായത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ടൂളാണ് XT60. ഓക്കെ, ഈ XT60 ആണ് ഇപ്പോൾ ഇതിൽ പിന്നെ വന്ന ടൂള്. അപ്പോൾ XT60 നമുക്കിതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഇതേപോലെ സ്പെഷ്യൽ ഫങ്ഷൻസ്, അത്യാവശ്യം എല്ലാ സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാറുണ്ട്, ഇതിൽ സുസുക്കി ഉണ്ട്, മാരുതി, ടാറ്റ സ്കാൻ ചെയ്യുന്നതിൽ അത്യാവശ്യം എല്ലാ ഇതുണ്ട്, യൂറോപ്പ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മഹീന്ദ്രയുടെ D70 നമുക്ക് അതേപോലെ ഈ ഇമോബിലൈസർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഇമോബിലൈസർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇതിൽ ടീം വ്യൂവർ കണക്ട് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് ടീം വ്യൂവർ കണക്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാം ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. അപ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ D60യും D50യും തമ്മിൽ റേഞ്ച്. അതിനേക്കാളും കുറച്ച് റേഞ്ചിൽ ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂളാണ് XT30. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള ടൂൾ ഓൾറെഡി ഉള്ളതാണ്. ഇതാണ് നമുക്ക് XT70, അതേപോലെ XT90, എല്ലാ ടൂളും ഉണ്ട്. അപ്പോൾ ഏകദേശം ചെറിയ റേഞ്ച് മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മലബാർ കീ മാർക്കറ്റിംഗ്, കോൺടാക്ട്.